കുറ്റ്യാടി പഴശ്ശിരാജാവിൻ്റെ ചരിത്രമാണ് ആദ്യം മനസ്സിൽ വരിക. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് കുറ്റ്യാടി എന്ന പേര് തന്നെ വന്നത്. അതാണ് മനസ്സിൽ ഉയർന്നു വരുന്ന കാര്യം. പഴയ കാലത്ത് ഈ പ്രദേശം അമ്പ്ലാട് ദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്നേ തേങ്ങക്ക് വളരെ പ്രസിദ്ധമായ സ്ഥലമായിരുന്നു. ഇപ്പോൾ കോട്ടയത്തെ തമ്പുരാന് ഈ അമ്പ്ലാട് ദേശം കീഴടക്കണമെന്ന് ആഗ്രഹം ആ കാലത്തെ ഉണ്ടായിരുന്നു. കടത്തനാട് രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പഴശ്ശി അദ്ദേഹത്തിൻ്റെ നീക്കത്തിലൂടെ ഈ അമ്പ്ലാട് ദേശം കൈവശപ്പെടുത്തുന്നത്. അമ്പ്ലാട് ദേശത്ത് ഒരു കോട്ട പണിയാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. കുറ്റ്യാടിയുടെ ഒരു സവിശേഷത, രണ്ട് പുഴകൾ, കുറ്റ്യാടി വലിയ പുഴയും ചെറിയ പുഴയും കൂടിച്ചേരുന്ന സംഗമസ്ഥാനമാണ്. ആ കൂടിച്ചേരുന്ന സ്ഥലത്തുനിന്ന് ഉയരത്തിലുള്ള സ്ഥലമുണ്ട്. അവിടെയാണ് ഇന്നത്തെ രജിസ്റ്റർ ഓഫീസ്, പോലീസ് സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ആ ഉയരമുള്ള പ്രദേശത്ത് ഒരു കോട്ട പണിയാൻ അദ്ദേഹം തീരുമാനിച്ചുവെന്നും കോട്ടയ്ക്ക് കുറ്റിയടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാവിലുംപാറയിൽ നിന്ന് പരിവാരസമേതം നടന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തമ്പുരാൻ ഇങ്ങനെ എഴുന്നള്ളത്ത് കണ്ടപ്പോൾ കണ്ടു നിന്നവരൊക്കെ എങ്ങോട്ടാണ് എന്ന് പിറകെ അനുധാവനം ചെയ്തവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ് കുറ്റിയടിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുറ്റ്യാടി എന്ന പേര് വന്നത് എന്നാണ് സങ്കല്പം. കുറ്റ്യാടിയിലാണ് ജനിച്ചു വളർന്നതൊക്കെ തന്നെ. കുറ്റ്യാടിയിൽ ഈ കാണുന്ന ടൗണിൽ കാണുന്ന MIUP സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിൽ ഞാൻ പഠിച്ച് വളർന്ന സ്ഥാപനത്തിൽ തന്നെ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കുറ്റ്യാടി ദേശീയ മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലവും അതുതന്നെയാണ്, ദേശീയ കോൺഗ്രസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ തുടർച്ചയായി ഞാൻ ദേശാഭിമാനിയും ചിന്തയൊക്കെ വായിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പം ആശയപരമായ ആഭിമുഖ്യം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വന്നു. അത് വ്യക്തമായ ഒരു രൂപം കൈവന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. ഇവിടെ കുറ്റ്യാടി ടൗണിൽ ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന നാണുവട്ടനുണ്ട്. അദ്ദേഹമായിരുന്നു ഇവിടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ബാർബർ ഷാപ്പിൽ നിന്നാണ് ഞാൻ സ്ഥിരമായി ദേശാഭിമാനിയും ചിന്തയുമൊക്കെ വായിക്കാർ ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ആ നടപടിയോട് കടുത്ത അമർഷം ഉയർന്നു വരികയും പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യമുണ്ടാകുകയും അങ്ങനെ പാർട്ടി രംഗത്തേക്ക് വരികയുമാണ് ഉണ്ടായത്. 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. അതും അടിയന്തരാവസ്ഥ കാലത്ത്. അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തിക്കൊണ്ട് 1977 തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ഞാൻ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. കുറ്റ്യാടിയിൽ തന്നെ CV സൂപ്പി എന്ന് പറയുന്നവർ, അവർ പാർട്ടിയുടെ മെമ്പറൊന്നുമല്ലായിരുന്നുവെങ്കിലും ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു. ST അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. P അബ്ദുല്ല എന്ന് പറയുന്നവരുണ്ട്. മുഹമ്മദ് മാഷുണ്ട്. ഇങ്ങനെ കുറേ പേർ ആ കാലത്ത് സഹപ്രവർത്തകന്മാരായി എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ വന്ന എന്നെപ്പോലെയുള്ള സമപ്രായക്കാരും അക്കാലത്ത് വന്നു ചേരുകയുണ്ടായി. അതിലേറ്റവും ആവേശകരമായ സമരം മന്ത്രിമാരെ തടയൽ സമരമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് M ദാസനായിരുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് അദ്ദേഹമായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ കുറ്റ്യാടി മേഖലയിൽ ഒരു യുവജനങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടി. ആ യുവജന സംഘടന DYFI അല്ല, KSYF ആണ്. KSYFിൻ്റെ യൂണിറ്റ് കൺവീനറായി എന്നെ തീരുമാനിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അതിന് നേതൃത്വം നൽകിയിരുന്നത് സഖാവ് M ദാസനായിരുന്നു. ആദ്യത്തെ പഞ്ചായത്തിലേക്കാണ് ആദ്യം മത്സരിച്ചത് 1988. കുറ്റ്യാടി മേഖല പൊതുവെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. മുസ്ലിം ജനവിഭാഗമാണ് നല്ല ശതമാനം. സാധാരണഗതിയിൽ ഈ മേഖലയിൽ നിന്ന് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ മത്സരിക്കാറുണ്ടെന്നല്ലാതെ വിജയിച്ച് വരാറില്ല. പക്ഷേ ഈ മേഖലയിൽ നിന്ന് ആദ്യമായി മത്സരിച്ച്
ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രൂപത്തിൽ കുറ്റ്യാടി പഞ്ചായത്തിലെത്തിയത് ആളാണ് ഞാൻ. ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്നെ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഗ്രാമപഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിച്ചു. ഒരു വളരെ ശ്രദ്ധേയമായ മത്സരമായിരുന്നു. എൻ്റെ ഭാര്യ സഹോദരനായിരുന്നു എൻ്റെ എതിരാളിയായി മത്സരിച്ചിരുന്നത്. സ്വാഭാവികമായും നാട്ടുകാർക്കിടയിലും വലിയ വിഭജനം വന്നു, കുടുംബാംഗങ്ങൾക്കിടയിൽ വലിയ വിഭജനം വന്നു. വീറും വാശിയും ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജീവിതത്തിലെ അവിസ്മരണീയമായ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ ആ രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാം. എനിക്ക് വോട്ട് നൽകുന്ന തയ്യാറുള്ളവരിൽ നല്ലൊരു ശതമാനം അവരെല്ലാം രംഗത്തിറങ്ങി എന്നതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. എതിരാളികൾ എല്ലാ സന്നാഹവും കൂട്ടി എന്നെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമം അവരും നടത്തി. പക്ഷേ നല്ല വോട്ടിന് ഞാൻ വിജയിക്കുകയാണ് ചെയ്തത്. പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് 2000-ലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. കുറ്റ്യാടി ഡിവിഷനിൽ തന്നെ നല്ല വോട്ടിന് കുറ്റ്യാടി ഡിവിഷനിൽ നിന്ന് ജയിച്ചു. 2 വർഷം മെമ്പറായി തുടർന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എന്നെ തെരഞ്ഞെടുത്തു. 2ാം വട്ടവും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ഡിവിഷൻ്റെ പേരിൽ അല്പം മാറ്റമുണ്ടെന്ന് മാത്രം. അതിലും നല്ല ഭൂരിപക്ഷം, നേരത്തെ ലഭിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 2005 മുതൽ എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും 2005 മുതൽ 10 വരെ ആ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നും സ്മരിക്കപ്പെടാൻ കഴിയുന്ന ഒരുപാട് അധ്യാപകന്മാർ പ്രാഥമിക തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, അമ്മുക്കുട്ടി ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ എഴുത്ത് പഠിപ്പിച്ച അധ്യാപകന്മാരാണ്. അതുപോലെ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന പാനൂർ കൃഷ്ണമാഷ് എന്ന് പറയുന്ന ആൾ വളരെ കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടികിട്ടാത്ത ഒരു വിദ്യാർത്ഥികളും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ അടികിട്ടാത്ത ഏക വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാളാണ്, കിട്ടാത്തവരിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന സവിശേഷതയുണ്ട്. അതുപോലെ ഗംഗാധരൻ മാസ്റ്റർ, അതുപോലെ തന്നെ സുകുമാരൻ മാസ്റ്റർ, ഇവരെല്ലാം എന്നും ഓർമ്മിക്കുന്ന അധ്യാപകന്മാരായിരുന്നു എന്ന് കാണാം. ഒരുപാട് അധ്യാപകന്മാരുണ്ട്, എല്ലാം നല്ല ഓർമ്മകളാണ്. എനിക്ക് എല്ലാ മേഖലയിലും പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുമായും കക്ഷിരാഷ്ട്രീയത്തിനതീതമായി സൗഹൃദം നിലനിർത്തി മുന്നോട്ട് പോകാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട സുഹൃത്തുക്കൾ ധാരാളമായി ഉണ്ട്. ഏറ്റവും അഭിമാനകരമായ പദ്ധതി ഒന്ന് കുറ്റ്യാടി ബൈപ്പാസ് തന്നെയാണ്. ബൈപ്പാസ് പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ആഹ്ലാദകരമായി മാറിയിട്ടുള്ള വികസന പരിപാടി. പിന്നെ മണ്ഡലത്തിലെ തലങ്ങും വിലങ്ങുമുള്ള പൊതുമരാമത്ത് റോഡുകളൊക്കെ തന്നെ ഉന്നത നിലവാരത്തിലാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു എടുത്തു പറയത്തക്ക നേട്ടമാണ്. 2 ITIകളുണ്ട്. 2ഉം വാടക കെട്ടിടത്തിൽ വളരെ ശുഷ്കമായ അന്തരീക്ഷത്തിലാണ് നടന്നു വരുന്നത്. ആ 2 ITIക്കും സ്വന്തമായി 6,90,00,000 രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് മനോഹരമായ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമാണ്. 7.5 കോടി രൂപ ഈ 4.25 വർഷത്തിനിടയിൽ ഈ മണ്ഡലത്തിലെ അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും രോഗികൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇത്രയധികം പണം എത്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ്. നല്ല ബന്ധമാണ്. ഏതാവശ്യത്തിന് വേണ്ടിയും എപ്പോൾ പോയാലും എപ്പോൾ വേണമെങ്കിലും കാണാനും കാര്യങ്ങൾ പറയാനും അനുകൂലമായ തീരുമാനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും അതുകൊണ്ടാണ് വിപുലമായ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മന്ത്രിമാരിൽ പ്രത്യേകിച്ചും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹം വളരെ ഉദാരമായ സമീപനം ഈ മണ്ഡലത്തോട് സ്വീകരിച്ചതുകൊണ്ടാണ് പൊതുമരാമത്ത് റോഡുകളെല്ലാം തന്നെ ഈ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഉന്നത നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. കോടിക്കണക്കിന് രൂപയാണ് ഈ രംഗത്ത് ലഭിച്ചിട്ടുള്ളത് എന്ന് കാണാം. അത് കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി കുറ്റ്യാടി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും കെട്ടിടമുണ്ടാക്കാൻ പണം അനുവദിച്ചു. ഇനി ഒരു സർക്കാർ സ്കൂളിനും പുതുതായി കെട്ടിടത്തിൻ്റെ ആവശ്യം കുറ്റ്യാടി മണ്ഡലത്തിൽ ഇല്ല. കുറേ സ്കൂളുകളുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു, കുറേ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കെട്ടിട പ്രശ്നം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയും.
അതുമാത്രമല്ല +1 പ്രവേശനത്തിനാണ് ഏറ്റവും പ്രയാസകരമായൊരു സാഹചര്യം ഉണ്ടാകാറ്. SSLC റിസൾട്ട് വന്ന് +1 പ്രവേശന സമയത്ത് രക്ഷിതാക്കൾ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കാർഡ് വന്നില്ലെങ്കിൽ അമ്മമാരും രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം തന്നെ വലിയ വേവലാതികൾ പ്രകടിപ്പിക്കുകയും പ്രയാസങ്ങൾ പറയുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 4.25 വർഷത്തിനിടയിൽ 5 പുതിയ ബാച്ചുകൾ ഈ കുറ്റ്യാടി മണ്ഡലത്തിൽ അനുവദിക്കാൻ കഴിഞ്ഞു. കുറ്റ്യാടി ഹയർ സെക്കൻഡറിയിൽ 2 സയൻസ് ബാച്ചുകൾ, മണിയൂർ ഹയർ സെക്കൻഡറിയിൽ ഒരു ഹ്യൂമാനിറ്റീസും ഒരു കൊമേഴ്സ് ബാച്ച്, ആയഞ്ചേരി റഹ്മാനിയിൽ കൊമേഴ്സ് ബാച്ച്, ഇങ്ങനെ 5 ബാച്ചുകൾ. 5 ബാച്ചുകൾ 4 വർഷത്തിനുള്ളിൽ ലഭിച്ച അപൂർവം മണ്ഡലങ്ങളിൽ ഒന്നാണ് കുറ്റ്യാടി എന്നത് എടുത്തു പറയത്തക്ക കാര്യമാണ്. അപ്പോൾ +1 പ്രവേശനത്തിൻ്റെ സീറ്റ് കുറവ് പരിഹരിക്കാൻ കുറേയൊക്കെ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി നല്ല രൂപത്തിലുള്ള സഹായമാണ് നൽകിയിട്ടുള്ളത്. ധനകാര്യ വകുപ്പ് മന്ത്രി എല്ലാ ബജറ്റിലും മറ്റ് ഘട്ടങ്ങളിലുമെല്ലാം തന്നെ സാമ്പത്തികമായ സഹായം നല്ല നിലയിൽ കുറ്റ്യാടിക്ക് നൽകി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജലജീവൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സഹായം, പുഴയോരം കെട്ടി ഭദ്രമാക്കുന്നതിൽ അദ്ദേഹം നൽകിയ സഹായമൊക്കെ എടുത്തു പറയത്തക്കതാണ് എന്ന് കാണാൻ കഴിയും. കൃഷി വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മന്ത്രി അനിൽ നല്ല രൂപത്തിലുള്ള പരിഗണന എൻ്റെ മണ്ഡലത്തിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണെങ്കിൽ കുറ്റ്യാടി മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും സാമ്പത്തിക സഹായം നൽകുകയും നല്ല നിലയിൽ മാറ്റിത്തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രയാസകരമായ ഓഫീസായിരുന്നു കോട്ടപ്പള്ളി വില്ലേജ് ഓഫീസ്. അതിപ്പം 45 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ ഭാഗമായിട്ട് പുതുക്കിപ്പണിയിൽ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയും നല്ല നിലയിൽ സഹായിച്ചു പോയിട്ടുണ്ട്. സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ 4 പഞ്ചായത്തുകളിൽ 5 കോടി രൂപ, അതുപോലെ തന്നെ വോളിബോൾ അക്കാദമിക്ക് വേണ്ടി 3 കോടി രൂപ, ഇങ്ങനെ നല്ല പരിഗണന സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ മണ്ഡലത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക മന്ത്രിമാരും നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തുറമുഖ വകുപ്പ് മന്ത്രി അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽ തീരദേശ പദ്ധതിയുടെ ഭാഗമായി 4 റോഡിൻ്റെ 2 കോടി രൂപ അനുവദിച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മന്ത്രിമാരും മണ്ഡലത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. 8 പഞ്ചായത്തുകളാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ MLA ആയി വരുന്ന ഘട്ടത്തിൽ 5 പഞ്ചായത്ത് LDFും 3 പഞ്ചായത്ത് UDFുമാണ് ഭരിച്ചത്. പക്ഷേ വികസന കാര്യങ്ങളിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. വികസന കാര്യങ്ങളിൽ ഒരു കക്ഷി രാഷ്ട്രീയ പരിഗണനയും നൽകിയിട്ടില്ല, ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. 8 പഞ്ചായത്തുകളെയും നല്ല നിലയിൽ പരിഗണിക്കാൻ കഴിഞ്ഞു എന്നതാണ് അഭിമാനകരമായ കാര്യം. ഈ വികസന കാര്യങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ മാനദണ്ഡം പിന്നോക്കാവസ്ഥയാണ്. പിന്നണിയിൽ കിടക്കുന്ന പ്രദേശങ്ങൾക്കും പിന്നണിയിൽ കിടക്കുന്ന പഞ്ചായത്തുകൾക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന കാര്യങ്ങൾ കാണാനും എല്ലാവരെയും യോജിപ്പിക്കാനും അവരെല്ലാം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളോട് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ ആ മാനിഫെസ്റ്റോവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രവർത്തിച്ച് മുന്നോട്ട് പോയത്. അന്ന് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒട്ടുമിക്കതും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. ചിലതെല്ലാം പൂർത്തീകരിച്ചു, ചിലതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, പൂർത്തീകരിക്കാനുണ്ട് എന്ന് മാത്രം. അപ്പോൾ അഭിമാനകരമായ രൂപത്തിലുള്ള മുന്നേറ്റം ഇക്കാര്യത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം കൊണ്ട് ഒരു ടേം കൊണ്ട് എല്ലാം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയില്ല. പക്ഷേ പലതും തുടങ്ങി വെക്കാൻ കഴിയും. തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വികസന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയും. സാങ്കേതികമായ കുരുക്കുകളും ഭരണപരമായ പ്രശ്നങ്ങളുമൊക്കെ ഏത് പദ്ധതികളെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാകും. അതൊക്കെ തട്ടി നീക്കിക്കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. അത് ചില വികസന കാര്യങ്ങളിലൊക്കെ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
ഒരു തുടർച്ചയുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. എതിർപ്പാർട്ടികളുടെ ഭാഗത്തുനിന്നും അത്ര ഗൗരവതരമായ വിമർശനങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എതിർപ്പാർട്ടികളാണെങ്കിലും മറ്റാര് ആണെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുകയും വസ്തുതയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്ര രൂക്ഷമായ വിമർശനങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാൻ ഇടയായിട്ടില്ല. കുറ്റ്യാടിയുടെ ഭാവി വികസനത്തിന് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ ഏറ്റവും കൂടുതൽ കൃഷിയിടമുള്ളത് ഈ കുറ്റ്യാടി മണ്ഡലത്തിലാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, വെള്ളക്കെട്ടുകൾ കൊണ്ട് കൃഷിക്ക് ഉപയുക്തമല്ല എന്നതാണ് പ്രശ്നം. മഴയൊന്ന് പെയ്തു കഴിഞ്ഞാൽ ഈ നെൽകൃഷിയോരങ്ങൾ മുഴുവനും വെള്ളം മൂടിക്കെട്ടും. അതുകൊണ്ട് വേനൽക്കാലത്ത് മാത്രമേ കൃഷിക്ക് ഉപയുക്തമാകൂ എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ജലനിർഗമന മാർഗങ്ങൾ ശാസ്ത്രീയമായി സംവിധാനം ചെയ്താൽ മാത്രമേ എല്ലാ കൃഷിയിടങ്ങളും കൃഷിക്ക് ഉപയുക്തമാക്കാൻ കഴിയൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആയഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ 2 കോടി രൂപയുടെ ഒരു ജലനിർഗമന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. കുറ്റ്യാടിയിൽ 1 കോടി രൂപയുടെ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പൂർത്തിയാകില്ല. അപ്പോൾ മറ്റ് പ്രദേശത്തുകൂടി അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറ്റ്യാടി ഏറ്റവും നല്ല നെൽകൃഷിയോരമായി മാറും. ഇപ്പം ഉള്ള നെൽകൃഷിയിൽ 50% മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ എന്നതാണ് പ്രശ്നം. തരിശ് നിലങ്ങളായി കുറേയുണ്ട്. തരിശ് നിലങ്ങൾ കുറേ കൃഷിക്ക് ഉപയുക്തമാക്കിയിട്ടുണ്ട്. അതിൽ ചെരണ്ടത്തൂർ ചെറ എന്ന് പറയുന്ന മേഖലയിലാണ്, അത് കുറ്റ്യാടിയുടെ നെല്ലറയാണ്, ഒരു ശാസ്ത്രീയമായ ജലനിർഗമന സംവിധാനം വന്നിട്ടുള്ളത്. വയലിലുള്ള കൂടുതൽ വെള്ളം പുഴയിലേക്ക് ഒഴുക്കിക്കളയാനുള്ള സംവിധാനമുണ്ട്. വയലിൽ വെള്ളം കുറവാകുമ്പോൾ പുഴയിൽ നിന്ന് തിരികെ ഇങ്ങോട്ടടിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ആ പ്രദേശമാണ് ഏറ്റവും നല്ല നിലയിൽ കുറേയൊക്കെ ശാസ്ത്രീയമായ രൂപത്തിൽ കൃഷി നടത്താൻ പറ്റുന്ന സാഹചര്യം. അതുപോലുള്ള സൗകര്യങ്ങൾ മറ്റ് പാടശേഖരങ്ങളിലും വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ തരിശുരഹിത കുറ്റ്യാടി നെൽകൃഷിയുടെ കാര്യത്തിൽ കൊണ്ടുവരണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന്, വലിയ വികസന സാധ്യതയുള്ളത് ടൂറിസം രംഗത്താണ്. കാരണം 3 ഭാഗത്തും കുറ്റ്യാടി പുഴയാണ്. പുഴയോരം മുഴുവനും മനോഹരമാണ്. ഉൾനാടൻ ജലവുമുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്തും ചെന്നാൽ കാണുക. ഇപ്പോൾ തന്നെ ലോകനാർകാവ് പയൻകുറ്റിമല ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു പ്രധാനപ്പെട്ട ഇനമായി മാറി. കുറ്റ്യാടി പുഴയിൽ തന്നെ മണിയൂരിൽ 1.5 ഏക്കർ സ്ഥലത്ത് ഉണ്ടാക്കിയ ഒരു ടൂറിസം സെൻ്ററുണ്ട്. ജനങ്ങൾ ധാരാളമായി സന്ദർശിക്കുന്ന പ്രദേശമാണ്. ഇനി ചൊവ്വാപ്പുഴ ടൂറിസം പദ്ധതിയും ചെരണ്ടത്തൂർ ടൂറിസം പദ്ധതിയും പ്രവർത്തനത്തിലാണ്. അപ്പോൾ ഭാവിയിലും കുറ്റ്യാടിയിൽ ഏറ്റവും സാധ്യതയുള്ളത് ടൂറിസം രംഗത്തിനാണ്. ഇപ്പോൾ തന്നെ 2 ടൂറിസം പോയിൻ്റുകൾ സ്വകാര്യ മേഖലയിൽ വേളം പഞ്ചായത്തിലും കുറ്റ്യാടി പഞ്ചായത്തിലും ഇപ്പോൾ തന്നെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെൻറ്റർ വികസിച്ച് കഴിഞ്ഞാൽ ആ സെൻറ്ററോടനുബന്ധിച്ച് കിടക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാനും തൊഴിൽ കിട്ടാനും ഒക്കെ സന്ദർഭമൊരുങ്ങുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് ടൂറിസം രംഗത്ത് വലിയ ഊന്നൽ നൽകി മുന്നോട്ട് പോകണം. അതുപോലെ ഏറ്റവും പശ്ചിമതീര ജലപാതയുടെ ഭാഗമാണ് വടകര മാഹി കനാൽ. ആ വടകര മാഹി കനാലിന് കുറ്റ്യാടി നാദാപുരം മണ്ഡലത്തിലാണ് പ്രധാന ഭാഗം. അല്പഭാഗം വടകരയിലുമുണ്ട്. അതിൽ ഒരു റീച്ച് ഒഴികെ ബാക്കി എല്ലാ റീച്ചിൻ്റെയും പണി പൂർത്തീകരിക്കും. ഒരു റീച്ചിൻ്റെ പണി കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഗതാഗത യോഗ്യമാകും, പൂർണ്ണമായും ഗതാഗത യോഗ്യമാകും. കുറ്റ്യാടി പുഴയിൽ നിന്ന് മാഹി പുഴയിലേക്ക് പൂർണ്ണമായും ഗതാഗത യോഗ്യം. അത് വന്നു കഴിഞ്ഞാൽ കുറ്റ്യാടിയുടെ വ്യാപാര മേഖലയിലും ടൂറിസം രംഗത്തും അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാകാൻ സഹായിക്കുന്നതാണ്. അത് ഈ കനാലിൻ്റെ പരിസര പ്രദേശത്തുള്ള ജനങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കാനും പ്രാദേശികമായ ഉൽപ്പന്നങ്ങളും ഭക്ഷണവുമെല്ലാം വിപണനം ചെയ്യാനും പറ്റുന്ന സന്ദർഭങ്ങളായി മാറും. അത് വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, മണിമലയിലെ കോക്കനട്ട് പാർക്കാണ്. 116 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 5 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ വ്യവസായ സംരംഭത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അതിൽ സംരംഭകർ വന്നു കഴിഞ്ഞാൽ തുടർന്ന് ആ പ്ലോട്ടിൻ്റെ വികസനവും ഭാവിയിൽ ഒരു വിശാലമായ വ്യവസായ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. അതുപോലെ കുറ്റ്യാടിയിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം നാളികേരമാണ്. നാളികേരം എന്ന് പറഞ്ഞാൽ കുറ്റ്യാടി തേങ്ങ എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രശസ്തമാണ്. ഗുണനിലവാരം കൊണ്ട് വളരെ മെച്ചപ്പെട്ടത് ആണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത.
എണ്ണയുടെ അംശം കൂടുതലാണ്, അതുകൊണ്ട് തൂക്കം കൂടുതലായിരിക്കും എന്നതാണ്. 10-70 വർഷക്കാലമായി ഈ കുറ്റ്യാടി തേങ്ങയാണ് വിത്ത് നാളികേരത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും സ്വകാര്യ ഫാമുകളുമെല്ലാം തന്നെ ശേഖരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കുറ്റ്യാടിയാണ് പേരെന്നെങ്കിലും കുറ്റ്യാടിയുടെ തൊട്ടടുത്ത മണ്ഡലമായ നാദാപുരം മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ് ഇത് ശേഖരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള നാളികേരം കൃഷി വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അതൊന്ന് സ്ഥിരവിലയില്ലായ്മയാണ്. ഇപ്പം സാമാന്യം മെച്ചപ്പെട്ട വിലയുണ്ട്, പക്ഷേ സ്ഥിരമായി വിലയുണ്ടാവില്ല. അതുപോലെ തെങ്ങിന് ബാധിക്കുന്ന കീടരോഗബാധകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് വലിയ തെങ്ങിൻ തോട്ടങ്ങളിലൊക്കെ തന്നെ വലിയ നഷ്ടം, തെങ്ങുകൾ നശിച്ചുപോയ അനുഭവങ്ങൾ മലയോര മേഖലകളിൽ ഉണ്ട്. അപ്പോൾ ആ പാരമ്പര്യമായ ഗുണമേന്മയുള്ള നാളികേരം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. നാളികേരത്തിൻ്റെ വൈവിധ്യവൽക്കരണത്തിൽ കൂടെ മാത്രമേ കൃഷിക്കാർക്ക് നേട്ടമുണ്ടാകൂ. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മണിമലയിലെ കോക്കനട്ട് പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. നാളികേരാധിഷ്ഠിത വ്യവസായമാണ് അവിടെ ഏറ്റവും പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നാളികേര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. നേന്ത്രവാഴക്കൃഷിയാണ് കുറ്റ്യാടി മണ്ഡലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാർഷിക ഉൽപ്പന്നം. അതിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാറ്റും പ്രകൃതിക്ഷോഭങ്ങളും വലിയ നാശങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, പക്ഷേ ഇൻഷൂർ ചെയ്യുന്നതിൽ വേണ്ടത്ര ജാഗ്രത പലപ്പോഴും കൃഷിക്കാർ കാണിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ കർഷകരെ പ്രത്യേകിച്ചും ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ആ നിലയിൽ കാർഷിക മേഖല കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകണം. കുറ്റ്യാടി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പത്രി കുറ്റ്യാടി താലൂക്ക് ആസ്പത്രിയാണ്. താലൂക്ക് ആസ്പത്രിയിൽ കുന്നമ്പൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 7 പഞ്ചായത്തുകൾ, അതുപോലെ നാദാപുരം ഈ പേരാമ്പ്ര മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ചങ്ങരോത്ത് പഞ്ചായത്ത്, വയനാട് ജില്ലയിലെ തൊണ്ടർനാട് വെള്ളമുണ്ട പഞ്ചായത്ത്, അങ്ങനെ 10 പഞ്ചായത്തിലെ രോഗികൾ വരുന്ന ആസ്പത്രിയാണ്. സ്ഥലപരിമിതിയാണ് ആ ആസ്പത്രിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 28.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 6 നില കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ത്വരിതഗതിയിൽ നടക്കുകയാണ്. മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്ക് പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിടം വന്നു കഴിഞ്ഞാൽ അതിനനുബന്ധമായ സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഭാവിയിൽ നല്ല മുൻഗണന നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കുറ്റ്യാടി ആസ്പത്രിയുടെ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിക്കലാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. മണ്ഡലത്തിലെ മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആയി മാറിയിട്ടുണ്ട്. PHCകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. നല്ല നിലയിൽ ആ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം വരെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ പുറമേരി ഗ്രാമപഞ്ചായത്തിലെ അരൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഖിലേന്ത്യാ തലത്തിലും കേരള അടിസ്ഥാനത്തിലും ഒട്ടനവധി പുരസ്കാരങ്ങൾ വാങ്ങിയ ഒരു സ്ഥാപനം കൂടിയാണ്. അതേപോലെ കുറ്റ്യാടി താലൂക്ക് ആസ്പത്രിക്കും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ പല വർഷങ്ങളിലും കിട്ടിയതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കേണ്ട ചെറിയ ഓപ്പറേഷനുകളെല്ലാം നടക്കുന്ന ഏറ്റവും സൗകര്യപ്രദമായ തിയേറ്റർ കൂടിയുള്ള ആസ്പത്രിയാണ്. കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്താണ് അത്തരം ആസ്പത്രിയും സംവിധാനവും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനമാണ് കുറ്റ്യാടി താലൂക്ക് ആസ്പത്രി. വെള്ളക്കെട്ടുകൾ കൊണ്ട് നെൽകൃഷിക്ക് ഉപയുക്തമല്ലെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുതന്നെയാണ് കാർഷിക രംഗത്ത് പരിഹാരം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഗതാഗത സൗകര്യം വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും ചില മറ്റ് മണ്ഡലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചില പാലങ്ങൾ വേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇപ്പോൾ ഗതാഗത മേഖലയിൽ നല്ല രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് സഞ്ചാരം സൗകര്യം നല്ല നിലയിൽ വളർന്ന് വന്നിട്ടുണ്ട്. കാർഷിക മേഖലക്കും ടൂറിസം മേഖലക്കും തന്നെയാണ് ഊന്നൽ നൽകേണ്ടത് കുറ്റ്യാടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. വളരെ സൗഹൃദപൂർവമായ അന്തരീക്ഷമാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ പൊതുവിലുള്ളത്. ജനങ്ങൾ വളരെ സഹവർത്തിത്വത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു സമാധാനപരമായ പ്രദേശമാണ്. ഇടകലർന്നാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നല്ല സാമൂഹ്യ അന്തരീക്ഷം ഇവിടെയുണ്ട്. എല്ലാ ആശയഗതിക്കാരും ജീവിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. അപൂർവം ചില ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും ഈ 5 വർഷക്കാലം ഒട്ടും ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അതൊരു അഭിമാനകരമായ 5 വർഷമാണ് എന്ന് കാണാൻ കഴിയും. ഒട്ടും ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സാമൂഹ്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല.
പട്ടികജാതിക്കാർ ഉണ്ട് ഈ മണ്ഡലത്തിൽ, കോളനികളുണ്ട്, നഗറുകളുണ്ട്. അപ്പോൾ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ അംബേദ്കർ ഗ്രാമ പദ്ധതി ഈ മണ്ഡലത്തിൽ നല്ല നിലയിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക നഗറുകളും ആ രൂപത്തിൽ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും അഭിമാനകരമാണ്. ഇനിയും ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളുണ്ട്, അതുകൂടി ഭാവിയിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പിന്നെ നഗറുകളല്ലെങ്കിലും സ്കാറ്റേഡായിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും കുടുംബങ്ങളുമുണ്ട്. അവരെയും പ്രത്യേകമായി പരിഗണിക്കേണ്ട കാര്യമുണ്ട്. അക്കാര്യവും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അപ്പം പൊതുവിൽ അവരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. പട്ടികവർഗക്കാർ രേഖാപരമായി കുറ്റ്യാടി മണ്ഡലത്തിൽ ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ പട്ടികവർഗക്കാർ വന്നു ചേർന്നിട്ടുണ്ട്. അത് വിവാഹബന്ധത്തിലൂടെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. കാരണം ഇക്കാലത്തെ യുവാക്കൾക്ക് ഈ കല്യാണം കഴിക്കാൻ അനുയോജ്യരായ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന പ്രശ്നം ഗൗരവമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുമാണ്. ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തവരായി ഉണ്ട്. അവർ പലപ്പോഴും വയനാട്ടിലും കർണാടകയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ പോയി കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് പട്ടികവർഗക്കാരായ സ്ത്രീകൾ നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും വന്നു ചേർന്നിട്ടുള്ളത്. പക്ഷേ അത് കാനേഷുമാരി ഒന്നും നടക്കാത്തത് കൊണ്ട് അവരൊന്നും ഈ കണക്കിൽ, ഔദ്യോഗികമായ കണക്കിൽ വന്നു ചേർന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വിഭാഗം ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ സാമൂഹ്യ പ്രശ്നം എന്നുള്ള രൂപത്തിൽ ഈ അവിവാഹിതരായ ചെറുപ്പക്കാരുടെ പ്രശ്നമാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടുമിക്ക വാഗ്ദാനങ്ങളും, നീണ്ട പട്ടികയാണിത്, ആ പട്ടികയിൽ എല്ലാം നിറവേറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും എന്ന് ഏറ്റവും പ്രധാനമായി പറഞ്ഞതാണ്. സർക്കാർ കെട്ടിടങ്ങളുടെ, സ്കൂളുകളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഭാഗമായി സ്മാർട്ട് കുറ്റ്യാടി എന്ന് പറയുന്ന MLAയുടെ പ്രത്യേകമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലവും ശ്രദ്ധേയമായ രൂപത്തിൽ -2 മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് വൈവിധ്യമാർന്ന പദ്ധതികൾ അതുവഴി നടപ്പിലാക്കാൻ കഴിഞ്ഞു. എല്ലാ വർഷവും SSLCയും +2വും മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ ഉന്നതരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, സാംസ്കാരിക നായകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ ആദരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രോത്സാഹനമായി മാറിയിട്ടുണ്ട്. അങ്ങനെ വാഗ്ദാനം ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങളും നടപ്പിലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ കുറ്റ്യാടി തേങ്ങ, അതുപോലെ കുറ്റ്യാടി മണ്ഡലത്തിൽ പുറമേരി പഞ്ചായത്തിലുള്ള അരൂർ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെയുള്ള പ്രത്യേക മാമ്പഴം അരൂർ ഒളോർ എന്നാണ് അറിയപ്പെടുക. ഈ അരൂർ ഒളോറിനും കുറ്റ്യാടി തേങ്ങക്കും ഭൗമസൂചിക പദവി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം ബന്ധപ്പെട്ട തലത്തിൽ പുരോഗമിക്കുകയാണ്. അധികം താമസിയാതെ ഈ 2 ഉൽപ്പന്നങ്ങൾക്കും ഭൗമസൂചിക പദവി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.